ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടൊരു പ്രൊമോ, അർദ്ധരാത്രിയിൽ വന്ന പ്രൊമോ ഉണ്ടല്ലോ, ആദിലയും നൂറയും കൂടെ ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നു. ഇവരിൽ ഒരാൾ പുറത്താകുമോ എന്ന ആകാംക്ഷ നമുക്ക് തോന്നിപ്പിച്ചൊരു പ്രൊമോ. യഥാർത്ഥത്തിൽ ആ ഒരു ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ലൈവിൽ. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണിതെന്നും 750 പോയിന്റ് കിട്ടുന്ന ഒരു ടാസ്ക് ആണെന്നും അതുകൊണ്ട് ഒരാളെ ചൂസ് ചെയ്യാനും പറയുന്നു. എല്ലാവർക്കും പോകണമെന്നൊക്കെ ഉണ്ട് ടാസ്ക് ആയതുകൊണ്ട്. അങ്ങനെ എല്ലാവരുടെയും പേരെഴുതി ഒരു കുടത്തിനകത്തിട്ടിട്ട് ഞറുക്കെടുക്കുകയാണ് ആര്യൻ. ഞറുക്ക് വീഴുന്നത് ആദില നൂറയ്ക്കാണ്. അപ്പോൾ ആദിലയും നൂറ എന്ത് ചെയ്യാണ്, പോകാൻ തയ്യാറാവുന്നു. വേറെ വഴിയില്ല, അവർക്ക് അങ്ങനെ പോകണം എന്ന് അത്ര ഉറപ്പില്ലായിരുന്നു. എന്തായാലും ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അവർ പോകുന്നു. അവരവിടെ ചെന്നു. ആക്ടിവിറ്റി ഏരിയ ചെല്ലുമ്പോൾ 4 കാർഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാർഡെന്ന് പറയുന്നത് അതെന്താണ്, റെഡി ആണോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു കാർഡ് ഒന്നെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കാർഡെന്ന് പറയുന്നത് ഫാമിലി വീക്ക് വരാൻ പോവാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന 3 ഫാമിലികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ റെന ഫാത്തിമയുടെ ഫാമിലി തിരഞ്ഞെടുക്കുന്നു, അപ്പാനി ശരത്തിൻ്റെ ഫാമിലിയെ തിരഞ്ഞെടുക്കുന്നു, രേണു സുധിയുടെ ഫാമിലിയെ തിരഞ്ഞെടുക്കുന്നു. വയസ്സായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം അപ്പാനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, അപ്പാനിക്ക് ഫാമിലിയെ കാണണം എന്നുണ്ട്. രേണു സുധിയുടെ കേസിൽ മക്കളെ പേര് പറഞ്ഞ് എപ്പോഴും കരയുന്നു. റെന ഫാത്തിമ ഇന്നലെയും കൂടെ ബോയ് ഫ്രണ്ടിനെ ഉമ്മയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ ആയതാണ്. സോ അവരുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് അടിപൊളിയായിരുന്നു. ആദിലയും നൂറയും സൂപ്പറായിട്ട് തന്നെ അത് ചെയ്തു. അതിനുശേഷമുള്ള അടുത്ത കാർഡെന്ന് പറയുന്നത് ഈ 3 ഫാമിലി ഉണ്ടല്ലോ, ഇവർ തിരഞ്ഞെടുത്ത 3 ഫാമിലി, അവരുടെ ഈ ഫാമിലി വീക്കിലേക്കുള്ള വരവ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ 750 പോയിന്റ് കിട്ടും. അതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ പോയിരിക്കുന്ന 2 പേരെ സംബന്ധിച്ചിടത്തോളം അവർ ടാസ്ക് കളിക്കാൻ പോയതാണ്. ടാസ്ക് കളിക്കുമ്പോൾ അവിടെ അവരുടെ മനസ്സിലൊരു ചോദ്യം വരും, ടാസ്ക് കളിച്ച് ജയിക്കണമോ? ജയിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇവരെ വേണ്ടാന്ന് വെച്ച് 750 പോയിന്റ് നേടിപ്പോവാന്ന് പറയുന്നതാണ് ടാസ്കിലെ ജയം എന്ന് പറയുന്നത്. ടാസ്കിന്റെ സ്പിരിറ്റിൽ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവരവിടെ ഈ 3 ഫാമിലി വേണ്ട എന്ന് വെച്ചിട്ട് അവരുടെ ഗെയിം നോക്കിയിട്ട് അവർക്ക് ആ ഒരു ടാസ്കിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. 750 പോയിന്റ് കിട്ടും. അടിപൊളി അല്ലേ? പക്ഷെ അവിടെ ഇനി മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് അവിടെയാണ് ആദിലയും നൂറയും. പ്രത്യേകിച്ച് ആദില വളരെയധികം ഞെട്ടിച്ചു കളഞ്ഞു. ആദില പറഞ്ഞത്, നമ്മൾ ഇത്രയും നാളായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് വളരെ പരിമിതമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇവിടെ കഴിയാണ്. ഇപ്പം നമ്മൾ ഇവരെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഫാമിലി ഇങ്ങോട്ട് വരില്ല. നമുക്ക് 750 പോയിന്റ് കിട്ടും, നമുക്ക് കുറേ ഡ്രസ്സ് കിട്ടുമായിരിക്കും, ഭക്ഷണം കിട്ടുമായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാളും എത്രയോ വലുതാണ് ആ 3 ഫാമിലിക്ക് ഇവിടെ വരാൻ പറ്റുക എന്ന് പറയുന്നത്. അവരിവിടെ വരുന്നതിലൂടെ ആ 3 പേർക്കും, ഇവിടെ അകത്ത് നിൽക്കുന്ന 3 കണ്ടസ്റ്റൻസിന് കിട്ടുന്ന മെമ്മറീസ്, ആ ഫാമിലിക്ക് കിട്ടുന്ന മെമ്മറീസ്, അത് ഒരിക്കലും മറക്കുന്നതല്ല. ഭക്ഷണം നമ്മൾ ചിലപ്പോൾ ഈ ആഴ്ച എന്ത് കഴിച്ചു എന്നുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ഓർമ്മ കാണില്ല. വസ്ത്രങ്ങൾ നമ്മൾ ഒരുപാട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും കിട്ടുന്ന സാധനമാണ്. ഭക്ഷണവും അങ്ങനെയാണ്. പക്ഷെ ബിഗ് ബോസിനകത്ത് ഫാമിലിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കണ്ടസ്റ്റൻസിന് കിട്ടുന്ന ഭാഗ്യമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതിനകത്ത് സ്വന്തം ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിനല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഒരുപാട് മെമ്മറീസ് അവർക്ക് കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും 750 പോയിന്റ് വേണ്ട, പകരം ഫാമിലി വരുന്നത് തിരഞ്ഞെടുക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് അകത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണോ എന്ന്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ഇവരകത്തേക്ക് പോകുമ്പോൾ കൈയടിച്ചാണ് ഇവരെ എല്ലാ കണ്ടസ്റ്റൻസും കൂടെ സ്വീകരിക്കുന്നത്. കാരണം ഇവിടെ അവരുടെ ഡിസിഷൻ ഏറ്റവും മികച്ചതായിരുന്നു. അവിടെ അവരുടെ ലോജിക്ക് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നതായിരുന്നു. ഇത്രയും ദിവസം 1-2 ജോഡി ഡ്രസ്സ് മാറി ഇട്ടുകൊണ്ടിരിക്കുന്ന, വളരെ പരിമിതമായിട്ട് മനസ്സില്ലാ മനസ്സോടെ എന്നും കടുകട്ടിയുള്ള ഉപ്പുമാവും കഞ്ഞിയും ഒക്കെ കുടിച്ച് കഴിയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയും കൂടെ അങ്ങനെ പോയാലും പ്രശ്നമില്ല. അടുത്ത ആഴ്ചയും ടാസ്ക് ഉണ്ട്, ഈ ആഴ്ചയിൽ തന്നെ ഇനി 2-3 ടാസ്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കിട്ടുന്ന പോയിന്റ്സ് മതി. ഈ 750 പോയിന്റ് വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമില്ല. 3 പേരുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് തങ്ങൾക്ക് 750 പോയിന്റ് വേണ്ട എന്നുള്ള അവരുടെ മാനുഷികമായ തീരുമാനത്തെ കൈയടിച്ച ആരവങ്ങളോടെയാണ് ഹൗസ് മേറ്റ്സ് സ്വീകരിച്ചത്. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ മനസ്സിലും, പ്രത്യേകിച്ച് ആദില പറഞ്ഞ പോയിന്റ്സ് വളരെ വാലിഡ് പോയിന്റ്സ് ആയിരുന്നു. കാണുന്ന ഓരോരുത്തർക്കും അത് കണക്റ്റ് ആവും. അത് ഭയങ്കര രസമുള്ള ഒരു നിമിഷമായിരുന്നു. എനിക്ക് തോന്നുന്നു ആദിലയുടെയും നൂറയുടെയും ഗ്രാഫ് ഈ ഒരു ടാസ്കോട് കൂടിയിട്ട് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കൂട്ടത്തിൽ അവർ ഒന്നുകൂടി പറഞ്ഞു, നമ്മളും നമ്മുടെ ഫാമിലി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, വരുമോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഒരാളെങ്കിലും ആരെങ്കിലും വന്നാലോ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ആഗ്രഹം അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ 750 പോയിന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് വേണ്ടത് നോക്കിയാൽ നമുക്ക് പറ്റുക. നമുക്ക് ആ പോയിന്റ് വേണ്ട എന്ന് നൂറയും അവസാനം പറയുന്നുണ്ടേ. ഭയങ്കര രസമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ആദിലയ്ക്കും നൂറയ്ക്കും അവരുടെ ഒരു ബിഗ് ബോസ് ജേർണിയിൽ അവരുടെ ഒരു ഗ്രാഫ്
ഉയർത്താനേ കാരണമാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.